ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക്, അതുപോലെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അതിന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂണോളം മിൽക്ക് പൗഡറാണ്. അത് കേക്ക് നല്ല സോഫ്റ്റ് ആകാനും നല്ല വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. ഒരു 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. എങ്കിലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കണം. വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാത്തൊരു ബൗളാണ് എടുക്കേണ്ടത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 3 മുട്ടയാണ് ആവശ്യമുള്ളത്. അപ്പോൾ 3 മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. മുട്ട എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് മുട്ട എടുക്കരുത് കേട്ടോ. ഇപ്പോൾ 3 മുട്ടയും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അത് നമ്മൾ ഈ മുട്ടയുടെ ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാനാണ് ഫസ്റ്റ് തന്നെ ഒഴിച്ച് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 കപ്പോളം ഐസിങ് ഷുഗറാണ്. അപ്പോൾ പൊടിച്ചതാണ് ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു 3/4 കപ്പ് ഷുഗർ എടുക്കുക. അത് മിക്സിയിട്ട് പൊടിച്ചിട്ട് 1 കപ്പാവും. അപ്പോൾ അതാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പോളം സൺഫ്ലവർ ഓയിലാണ്. വെജിറ്റബിൾസ് ആയിട്ടുള്ള ഏത് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് ഒരു 4 ടീസ്പൂണോളം മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിൽക്ക് എപ്പോഴും നമ്മൾ നല്ല ചൂടുള്ള മിൽക്കാണ് യൂസ് ചെയ്യേണ്ടത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുത്ത മിൽക്കൊന്നും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കരുത്. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് മെല്ലെയാണ് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ മുട്ടയുടെ പതയൊന്നും പോവാതെ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ആ കേക്ക് എല്ലാം സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതുപോലെയാണ് ആകേണ്ടത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി അത് ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഓവനിൽ എത്രയാണോ ടൈം എടുക്കുന്നത് അതിനനുസരിച്ച് വെച്ചിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് സ്ക്വയർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ നല്ലതുപോലെ ബേക്കായിട്ടുണ്ട്. ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ തന്നെ നമുക്കതിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോഴേക്കും നമ്മുടെ കേക്കൊക്കെ ഒന്ന് ചൂട് പോയിട്ട് നല്ല ഫ്രഷായിട്ട് കിട്ടും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് അത്യാവശ്യം നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഇതിൻ്റെ പരുവം. പക്ഷേ ഞാനിതിലേക്ക് വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിരുന്നു. അത് എങ്ങനെയോ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലില്ല. അപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ അത്യാവശ്യം മധുരമുള്ള ക്രീം തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് ഞാൻ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മളെ കേക്ക് നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കേണ്ടത് 1/2 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് ഷുഗർ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് ഇത്തിരി വാനില എസൻസും കൂടി വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചെറീസ് കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുക. അത് കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലോണം വെച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റും കൂടി ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇതെനിക്ക് ഓർഡർ കേക്കായിരുന്നു, അപ്പോൾ ഞാൻ നല്ലതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയറും ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ മൊത്തം അതുപോലെ വെച്ച് ചെയ്തിട്ടുണ്ട്. 3 ലെയറാക്കി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്ന് മൊത്തം ക്രം കോട്ട് ചെയ്തെടുത്തതാണിത്. ഇനി ഇതിൽ ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെക്കണം. അതിന് ശേഷമാണ് നമുക്കത് ഐസിങ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്, ഒരു 10 മിനിറ്റ് വെച്ചിട്ട് എടുത്തതാണ്. ഇനി ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീമാക്കിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഫസ്റ്റ് തുടക്കക്കാർക്കൊക്കെ ഒന്നും പ്രശ്നമില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ മൊത്തം പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ക്രീം ഇങ്ങനെ ആക്കിയിട്ടുള്ളതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് സെറ്റാക്കി ലെവലാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇത് ഞാനൊന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ്. ഇത് ഞാൻ രാത്രിയാണ് കേട്ടോ ഐസിങ് ചെയ്യണത്. അതിൻ്റെ ചെറിയൊരു പ്രോബ്ലംസൊക്കെ ഉണ്ട്. അപ്പോൾ അത് മൊത്തം ഞാനൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് എടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് വെച്ച് കൊടുക്കണമെന്ന്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ മൊത്തം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കേക്ക് റെഡിയാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി കയ്യിലാന്നൊന്നും വിചാരിക്കേണ്ട, ഇതുപോലെ ചെയ്താൽ മതി. മെഷർമെൻറ്റൊക്കെ അതേമാതിരി തന്നെ എടുക്കണമെങ്കിൽ ശരിയായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും അസ്സലാമു അലൈക്കും.